മുണ്ടക്കി ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവർക്കായി കോൺഗ്രസ് പ്രഖ്യാപിച്ച ഭവന പദ്ധതി വെറും പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുന്നതായി ആക്ഷേപം. കുന്നംപറ്റയിൽ വലിയ ആഘോഷമായി തറക്കല്ലിട്ട ഒരു മാസം പിന്നിടുമ്പോഴും അവിടെ ഒരു ഇഷ്ടിക പോലും പതിപ്പിച്ചിട്ടില്ലെന്നതാണ് വസ്തുത. പദ്ധതി പ്രദേശം ഇപ്പോൾ കാട് പിടിച്ചും വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുന്നംപറ്റയിലെ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം നടക്കുന്നുണ്ടെന്ന് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ മാധ്യമങ്ങൾ നടത്തിയ നേരിട്ടുള്ള അന്വേഷണത്തിൽ ഈ അവകാശവാദങ്ങൾ പൊള്ളയാണെന്ന് തെളിഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പോയിട്ട് അതിനുവേണ്ട പ്രാഥമിക അനുമതികൾ പോലും ഇതുവരെ തേടിയിട്ടില്ല. ഫെബ്രുവരി 26-നായിരുന്നു കേരളമേറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയ ആ തറക്കല്ലിടൽ കർമ്മം നടന്നത്. വയനാടിന്റെ മുൻ MP രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നേരിട്ടെത്തിയാണ് ഭവന പദ്ധതിക്ക് തുടക്കമിട്ടത്. ദുരന്തബാധിതരുടെ കണ്ണീരൊപ്പാൻ കോൺഗ്രസ് മുന്നിലുണ്ടാകുമെന്ന വലിയ പ്രഖ്യാപനമാണ് അന്ന് അവിടെ മുഴങ്ങിയത്. ആദ്യഘട്ടത്തിൽ 50 വീടുകൾ നിർമ്മിക്കുമെന്നും 6 മാസത്തിനുള്ളിൽ 100 വീടുകൾ പൂർത്തിയാക്കി കൈമാറുമെന്നുമായിരുന്നു കോൺഗ്രസ് നൽകിയ വാഗ്ദാനം. എന്നാൽ ആവേശമെല്ലാം തറക്കല്ലിടൽ ചടങ്ങ് കഴിഞ്ഞതോടെ തണുത്ത മട്ടാണ്. ഇപ്പോൾ പദ്ധതി പ്രദേശത്ത് നിർമ്മാണ സാമഗ്രികളോ തൊഴിലാളികളോ എത്തിയിട്ടില്ല. ഏറ്റവും ഗൗരവകരമായ വസ്തുത നിയമപരമായ നടപടികൾ കോൺഗ്രസ് കാണിക്കുന്ന അനാസ്ഥയാണ്. മേപ്പാടി പഞ്ചായത്ത് അധികൃതരോട് ഇതുവരെയും ഭവന നിർമ്മാണത്തിനായി ആരും അനുമതി തേടിയിട്ടില്ല. കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ പ്ലാനോ മറ്റ് രേഖകളോ പഞ്ചായത്തിൽ സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ അവിടെ എങ്ങനെ പണി തുടങ്ങുമെന്ന ചോദ്യം പ്രസക്തമാണ്. ഭൂമി വാങ്ങിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുറ്റിച്ചെടികളും മറ്റും നീക്കം ചെയ്ത നിലം നിരപ്പാക്കിയിരുന്നു. എന്നാൽ ഇന്ന് ആ പ്രദേശം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാട് പിടിച്ചു തുടങ്ങിയ ഈ ഭൂമി ഇപ്പോൾ കാട്ടാനകൾ സ്ഥിരമായി ഇറങ്ങുന്ന ഇടമായി മാറിയിരിക്കുന്നു. ഇത് ഭാവിയിൽ താമസക്കാർക്ക് സുരക്ഷാ ഭീഷണിയാകുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. പദ്ധതിയുടെ രൂപരേഖ പ്രകാരം 8 സെന്റ് ഭൂമിയിൽ 1041 ചതുരശ്ര അടി വിസ്തീർണമുള്ള അത്യാധുനിക വീടുകളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. 3 കിടപ്പുമുറികൾ, വിശാലമായ ലിവിംഗ് റൂം, പ്രകൃതിദത്തമായ വെളിച്ചവും കാറ്റും ഉറപ്പാക്കുന്ന അകത്തളങ്ങൾ എന്നിവ വീടിന്റെ സവിശേഷതകളായി കോൺഗ്രസ് എടുത്തു പറഞ്ഞിരുന്നു. ഭാവിയിൽ ഒരു നില കൂടി നിർമ്മിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഫൗണ്ടേഷനാണ് വീടുകൾക്ക് നൽകിയതെന്നും നേതാക്കൾ പറഞ്ഞിരുന്നു. ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തി താമസക്കാർക്ക് ഹോം സ്റ്റേ വഴി അധിക വരുമാനം ഉറപ്പാക്കാൻ പുറത്തുനിന്ന് തന്നെ പ്രവേശിക്കാവുന്ന കോണിപ്പടികൾ ഈ വീടുകളുടെ പ്രത്യേകതയായി അവതരിക്കപ്പെട്ടു. എന്നാൽ ഈ പ്ലാനുകളെല്ലാം ഇപ്പോൾ കടലാസിൽ മാത്രമാണ്. ദുരന്തം നടന്ന മാസങ്ങൾ പിന്നിട്ടിട്ടും അടച്ചുറപ്പുള്ള ഒരു വീടെന്ന സ്വപ്നം ബാക്കിയാകുന്ന ഇരകളെ സംബന്ധിച്ചിടത്തോളം ഈ മെല്ലെപ്പോക്ക് വലിയ തിരിച്ചടിയാണ്. വാടക വീടുകളിലും ബന്ധുവീടുകളിലും കഴിയുന്നവർ കോൺഗ്രസിന്റെ ഭവന പദ്ധതിയിൽ വലിയ പ്രതീക്ഷ വെച്ചിരിക്കുന്നു. ആ പ്രതീക്ഷകളാണ് ഇപ്പോൾ അനിശ്ചിതത്വത്തിലായിരിക്കുന്നത്. രാഷ്ട്രീയ ലാഭത്തിനായി വലിയ നേതാക്കളെ കൊണ്ടുവന്ന് തറക്കല്ലിടൽ നടത്തിയതല്ലാതെ പ്രായോഗികമായി പദ്ധതി നടപ്പിലാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നില്ലെന്നാണ് പ്രാദേശികമായി ഉയരുന്ന വിമർശനം. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നാടകമായിരുന്നു ഇതെന്നും ചിലർ ആരോപിക്കുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നതിനെ കുറിച്ച് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിന് വ്യക്തമായ മറുപടിയൊന്നുമില്ല. സാങ്കേതികമായ ചില തടസ്സങ്ങൾ ഉണ്ടെന്നാണ് അവർ നൽകുന്ന അനൌദ്യോഗിക വിശദീകരണം. എന്നാൽ ഒരു മാസമായിട്ടും അനുമതി പത്രം പോലും നൽകാത്തത് അനാസ്ഥയാണെന്ന് വ്യക്തമാണ്. വയനാട്ടിലെ ജനങ്ങളെ വൈകാരികമായി സമീപിക്കുന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തറക്കല്ലിട്ട പദ്ധതിയുടെ നിലവിലെ അവസ്ഥ ദേശീയ തലത്തിലും ചർച്ചയാകാൻ സാധ്യതയുണ്ട്. ദുരന്തബാധിതരെ സഹായിക്കുന്ന കാര്യത്തിൽ ഭരണകൂടവും പ്രതിപക്ഷവും തമ്മിലുള്ള വാക്പോരുകൾക്കിടയിലാണ് ഈ പദ്ധതിയും കുടുങ്ങിക്കിടക്കുന്നത്. പദ്ധതി പ്രദേശം വന്യമൃഗശല്യമുള്ള മേഖലയാണെന്ന റിപ്പോർട്ടുകൾ വന്നതോടെ നിർമ്മാണത്തിന് മുൻപ് സുരക്ഷാ വേലികൾ നിർമ്മിക്കേണ്ടതുണ്ട്. എന്നാൽ ഇതിനായുള്ള യാതൊരു നീക്കവും നടന്നിട്ടില്ല. നിലം നിരപ്പാക്കിയതൊഴിച്ചാൽ മറ്റ് പരിശോധനയോ മറ്റ് സാങ്കേതിക നടപടികളോ പൂർത്തിയായിട്ടില്ല. സർക്കാർ നൽകുന്ന പുനരധിവാസ പദ്ധതികൾക്ക് പുറമെയാണ് കോൺഗ്രസ് ഈ 100 വീടുകൾ വാഗ്ദാനം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് വേഗത്തിൽ പൂർത്തിയാകുന്നത് ദുരന്തബാധിതർക്ക് വലിയ ആശ്വാസമായിരുന്നു. സർക്കാരിന്റെ പുനരധിവാസ നടപടികൾ വൈകുന്നു എന്ന് വിമർശിക്കുന്നവർ സ്വന്തം വാഗ്ദാനം മറക്കുന്നു എന്നതാണ് വൈരുദ്ധ്യം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാക്കുകൾ വിശ്വസിച്ച് പദ്ധതി പ്രദേശത്ത് എത്തിയവർക്ക് നിരാശയായിരുന്നു ഫലം. പണി തുടങ്ങാത്തത് മാത്രമല്ല, അവിടെ നിർമ്മാണത്തിനുള്ള യാതൊരു ഒരുക്കങ്ങളും കാണാനില്ല. ഇത് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയതോടെ കോൺഗ്രസ് പ്രതിരോധത്തിലായിരിക്കുകയാണ്. മേപ്പാടി പഞ്ചായത്ത് ഭരണസമിതിക്കും ഈ വിഷയത്തിൽ കൃത്യമായ അറിവില്ല. അപേക്ഷ ലഭിച്ചാൽ ഉടൻ പരിശോധന നടത്തി അനുമതി നൽകാമെന്നാണ് അവർ പറയുന്നത്. എന്നാൽ അപേക്ഷ നൽകാൻ ആരും എത്തുന്നില്ല എന്നതാണ് പ്രശ്നം. ഫണ്ട് സംബന്ധിച്ച തർക്കങ്ങളാണോ നിർമ്മാണം വൈകാൻ കാരണമെന്നും സംശയമുണ്ട്. ഓരോ ദിവസവും പിന്നിടുമ്പോഴും ദുരന്തബാധിതരുടെ ജീവിതം ദുസ്സഹമാകുകയാണ്. പുതിയ വീടെന്ന സ്വപ്നം എന്ന് യാഥാർത്ഥ്യമാകുമെന്നറിയാതെ അവർ കാത്തിരിക്കുന്നു. കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് വയനാട്ടിലെ പൊതുസമൂഹം ആവശ്യപ്പെടുന്നത്. വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ളതാണ്, വോട്ടിന് വേണ്ടിയുള്ള വെറും പ്രഖ്യാപനങ്ങളല്ല എന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഓർമ്മിക്കണമെന്ന് ദുരന്തബാധിതർ പറയുന്നു. വരും ദിവസങ്ങളിൽ നിർമ്മാണം തുടങ്ങിയില്ലെങ്കിൽ വലിയ ജനകീയ പ്രതിഷേധത്തിന് ഇത് കാരണമായേക്കാം. കോൺഗ്രസിന്റെ ഈ ഭവന പദ്ധതി വെറും കല്ലിൽ ഒതുങ്ങുമോ അതോ വീടുകളായി മാറുമോ എന്ന് കണ്ടറിയണം.
നിലവിലെ സാഹചര്യം ഒട്ടും ശുഭകരമല്ല. പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും സാന്നിധ്യത്തിൽ തുടങ്ങിയ പദ്ധതി ഇങ്ങനെ പാതി വഴിയിൽ നിൽക്കുന്നത് പാർട്ടിയുടെ വിശ്വസ്തതയെ തന്നെ ബാധിക്കും. ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ട മനുഷ്യരുടെ പ്രതീക്ഷകളെ വെച്ച് പന്താടരുതെന്ന താക്കീതാണ് വയനാട്ടിൽ നിന്ന് ഉയരുന്നത്. 6 മാസത്തിനുള്ളിൽ 100 വീടുകൾ എന്ന വാഗ്ദാനം നടപ്പിലാകണമെങ്കിൽ കോൺഗ്രസ് യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കേണ്ടി വരും.